CMRL എന്ന കമ്പനിക്ക് കരിമണൽ ഖനനത്തിന് അനുമതി നൽകാനുള്ള നീക്കം അന്തിമഘട്ടത്തിലായെന്നാണ് റിപ്പോർട്ട്. ഖനനാനുമതി പൊതുമേഖലയ്ക്ക് മാത്രമേ നൽകാവൂ എന്ന നയം മറികടക്കാൻ പൊതുമേഖലയ്ക്ക് കൂടി ഓഹരിയുള്ള കേരള റെയർ എർത്ത് ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിച്ചാണ് ഖനനത്തിന് അനുമതി തേടുന്നത്. കേരള റെയർ എർത്ത് ആൻഡ് മിനറൽസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ KREML എന്ന പേരിൽ IREയുടെ 20%ഉം KSIDCയുടെ 26%ഉം അങ്ങനെ 46% ഗവൺമെന്റിന്റെ ഷെയർ മുടക്കി ഷെയർ ഉള്ള ജോയിന്റ് സെക്ടറിലാണ് ഞങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തത്. CMRL ഖനനാനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് CITU, AITUC, INTUC, BMS, STU തുടങ്ങിയ ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്തിയിരുന്നു. കരിമണൽ ഖനനം പൊതുമേഖലയിൽ നിലനിർത്തുമെന്ന് LDF സർക്കാരിന്റെ കാലത്ത് പ്രഖ്യാപിച്ച മുൻ വ്യവസായ മന്ത്രി എളമരം കരീമായിരുന്നു ഉദ്ഘാടകൻ. ഭരണ പ്രതിപക്ഷ പാർട്ടികളിലെ ഒരു വിഭാഗം നേതാക്കളും ഈ നീക്കത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. അതേസമയം ഖനനം പൊതുമേഖലയിൽ തന്നെ നിലനിർത്തണമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ ആവർത്തിച്ചു. കൊല്ലം ജില്ലയിലുള്ളതെല്ലാം പൊതുമേഖലയ്ക്ക് വേണ്ടി റിസർവ് ചെയ്ത് അന്ന് തന്നെ നമ്മൾ വെച്ചിരിക്കുകയാണ്, ഖനനാനുമതി കൊടുത്തിരിക്കുകയാണ്. ആലപ്പുഴ മേഖലയിലും ഇതുവരെ ആരും അങ്ങോട്ട് കടന്നില്ലാത്ത മേഖലയിൽ കൂടി പൊതുമേഖലയ്ക്ക് റിസർവ് ചെയ്യണം എന്ന ആവശ്യമാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. VV മിനറൽസ് എന്ന തമിഴ്നാട് ആസ്ഥാനമായ മറ്റൊരു കമ്പനിയും ഖനനാനുമതിക്കായി രംഗത്തുണ്ട്. സമ്മർദ്ദങ്ങൾക്ക് സർക്കാർ വഴങ്ങുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം.